നമസ്കാരം. പ്രധാന വാർത്തകൾ. CPM-ലെ വിഭാഗീയത, മണ്ണാർക്കാട് പോരുമുറുകുന്നു. നേതൃത്വത്തിന്റെ ഇടപെടലിന് പിന്നാലെ പരസ്യ പ്രതികരണങ്ങൾക്ക് വിലക്ക്. CPM പ്രകടനത്തിൽ കൊലവിളി മുദ്രാവാക്യം നടത്തിയതിനെതിരെ പരാതി. നിപ്പ, മണ്ണാർക്കാട് നഗരസഭാ പരിധിയിലെ വാർഡുകളിലും കർശന നിയന്ത്രണം. കണ്ടെയ്ൻമെന്റ് സോണിലെ പ്രവേശനത്തെ ചൊല്ലി കോടതിപ്പടിയിൽ തർക്കം. യാത്രാനുമതി അത്യാവശ്യക്കാർക്ക് മാത്രം. കേരളത്തിൽ സ്ത്രീകൾക്കു നേരെയുള്ള അതിക്രമങ്ങൾ വർദ്ധിക്കുകയാണെന്ന് മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് JB മേത്തർ MP. ലഹരി മയക്കുമരുന്ന് മാഫിയകളെ നിയന്ത്രിക്കാൻ സംസ്ഥാന സർക്കാരിന് സാധിക്കുന്നില്ലെന്നും JB മേത്തർ. യുവതിയുടെ കയ്യിൽ നിന്നും സ്വർണം കൈക്കലാക്കി പണം തട്ടിയ കേസിൽ പ്രതിക്ക് 5 വർഷം തടവും 3 ലക്ഷം രൂപ പിഴയും ശിക്ഷ. കല്ലുവഴി സ്വദേശി ശരത്തിനാണ് ഒറ്റപ്പാലം അഡീഷണൽ ജില്ലാ സെഷൻ കോടതി ശിക്ഷ വിധിച്ചത്. പട്ടയ മിഷന്റെ ഭാഗമായി ഭൂമിയില്ലാത്ത കൂടുതൽ കുടുംബങ്ങൾക്ക് പട്ടയങ്ങൾ വിതരണം ചെയ്ത് സർക്കാർ. ഷൊർണൂർ മണ്ഡലത്തിൽ 140 പേർക്കും ഒറ്റപ്പാലം മണ്ഡലത്തിൽ 340 പേർക്കും പട്ടയങ്ങൾ വിതരണം ചെയ്തു. വാർത്തകൾ വിശദമായി. CPM വിഭാഗീയത, മണ്ണാർക്കാട് പോരുമുറുകുന്നു. സമൂഹ മാധ്യമ പോസ്റ്ററുകളും ട്രോളും പോലീസ് പരാതിയുമടക്കം സങ്കീർണമാണ് മണ്ണാർക്കാട്ടെ കാര്യങ്ങൾ. തൽക്കാലം വെടിനിർത്തിയെങ്കിലും സമൂഹ മാധ്യമങ്ങളിൽ പോർവിളിയും പോസ്റ്റർ യുദ്ധവും തുടരുകയാണ്. മണ്ണാർക്കാട് നഗരസഭ ആയുർവേദ ആശുപത്രി കെട്ടിടോദ്ഘാടനത്തിൽ PK ശശി മുഖ്യാതിഥിയായി പങ്കെടുത്തതോടെയാണ് വിഭാഗീയത തെരുവിലേക്ക് നീണ്ടത്. പ്രസംഗത്തിലെ ബിലാൽ പരാമർശം CPM ഏരിയ കമ്മിറ്റിക്കെതിരെയുള്ള വെല്ലുവിളിയായി ഔദ്യോഗിക വിഭാഗം കരുതി. PK ശശിയുടെ മുൻകാല ഡ്രൈവറായിരുന്ന അഷ്റഫ ശനിയാഴ്ച രാത്രി ഓഫീസ് പരിസരത്ത് പടക്കമറിഞ്ഞതോടെ കാര്യങ്ങൾ കൈവിട്ടു. സ്ഥലത്തെത്തിയ ജില്ലാ കമ്മിറ്റി അംഗം KC റിയാസുദ്ദീൻ, NK നാരായണൻകുട്ടി എന്നിവരുടെ നേതൃത്വത്തിൽ പരാതി നൽകി. രാത്രി തന്നെ പ്രതിയെ കസ്റ്റഡിയിലെടുത്ത മണ്ണാർക്കാട് പോലീസ് ഞായറാഴ്ച ഉച്ചയോടെ ഒറ്റപ്പാലം കോടതിയിൽ ഹാജരാക്കി. പ്രതിയായ അഷ്റഫിനെ കോടതി ജാമ്യത്തിൽ വിട്ടയച്ചു. ഇതിനിടെ അഷ്റഫ് തന്നോട് പടക്കമറിയാൻ ആവശ്യപ്പെട്ടത് ഏരിയ കമ്മിറ്റി അംഗം ശ്രീരാജും ലോക്കൽ സെക്രട്ടറി മൻസൂറുമാണെന്ന് മാധ്യമങ്ങളോട് പ്രതികരിച്ചു. സംഭവത്തിൽ വൈകിട്ട് ഏരിയ കമ്മിറ്റി നടത്തിയ പ്രതിഷേധത്തിലാവട്ടെ CITU സംസ്ഥാന വൈസ് പ്രസിഡന്റായ PK ശശിക്കെതിരെ കൊലവിളി മുദ്രാവാക്യമുയർത്തി. എന്നാൽ മുദ്രാവാക്യം എഴുതി നൽകിയതാണെന്നും അണികൾ നേതൃത്വമറിയാതെയാണ് ഇത്തരം മുദ്രാവാക്യം ഉയർത്തിയതെന്ന് ഏരിയ സെക്രട്ടറി നാരായണൻകുട്ടി പിറ്റേ ദിവസം മാധ്യമങ്ങളോട് പറഞ്ഞു. ജില്ലാ കമ്മിറ്റി അംഗം ആർഷോയുടെ പ്രസംഗം ബിലാലിനെ കൂടാതെ മേരി ടീച്ചർക്ക് വേറെയും മക്കളുണ്ടെന്നായിരുന്നു. പ്രസംഗം വിവാദമായതോടെ ഇരുകൂട്ടരോടും പരസ്യ പ്രതികരണങ്ങൾ അവസാനിപ്പിക്കാൻ നേതൃത്വം ആവശ്യപ്പെട്ടു. തൽക്കാലം വെടിനിർത്തിയെങ്കിലും ട്രോളുകളുടെ പെരുമഴയാണ് സമൂഹമാധ്യമങ്ങളിൽ. ഒരു ബഹളവുമില്ലാതിരുന്ന മണ്ണാർക്കാട് നിപ്പയും ആനമൂളി അലനല്ലൂർ റോഡ് തകർച്ചയും ബിലാലും മേരി ടീച്ചറും കാൽവെട്ടും തുടങ്ങി സംഭവബഹുലമെന്നാണ് ട്രോൾ. PK ശശി വിഭാഗത്തിനു വേണ്ടി സമൂഹ മാധ്യമങ്ങളിലും ചാനലുകൾക്ക് പ്രതികരണം നൽകുന്നതിലും മുൻപന്തിയിൽ നിന്ന ഷഹന കല്ലടിക്ക് CPM-മായി ഒരു ബന്ധവുമില്ലെന്ന് മണ്ണാർക്കാട് ലോക്കൽ സെക്രട്ടറി പോസ്റ്റിറക്കി. പ്രകടനത്തിലെ കൊലവിളി മുദ്രാവാക്യത്തിനെതിരെ പൊതുപ്രവർത്തകൻ ഷാനിഫ് ചൊവ്വാഴ്ച രാവിലെ മണ്ണാർക്കാട് പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. സംസ്ഥാന നേതൃത്വത്തിന്റെ വിരട്ടലിൽ ഇരുവിഭാഗവും താൽക്കാലിക വെടിനിർത്തൽ പ്രഖ്യാപിച്ചെങ്കിലും വരും ദിവസങ്ങളിൽ തർക്കം മുറുകാനാണ് സാധ്യത. മണ്ണാർക്കാട് നഗരസഭാ പരിധിയിലെ കോടതിപ്പടിയിൽ കണ്ടെയ്ൻമെന്റ് സോണിലേക്കുള്ള പ്രവേശന കവാടത്തിൽ സന്നദ്ധ സംഘടനകളും നാട്ടുകാരും തമ്മിൽ തർക്കം. ചൊവ്വാഴ്ച രാവിലെ മുതലാണ് ഇവിടെ നിയന്ത്രണം കർശനമാക്കിയത്. ചൊവ്വാഴ്ച രാവിലെയോടെയാണ് കോടതിപ്പടിയിൽ ചങ്ങലേരി പോത്തോടി റോഡുകളുടെ കവാടത്തിൽ പോലീസും സന്നദ്ധ പ്രവർത്തകരും ചേർന്ന് നിയന്ത്രണം കർശനമാക്കിയത്. വരുന്നവരുടെ ആവശ്യം ചോദിച്ചറിഞ്ഞ് ആളുകളെ മടക്കി അയച്ചതോടെ നാട്ടുകാർ ക്ഷുഭിതരായി. എന്ത് സംഭവം? കഴിഞ്ഞ ദിവസം മരിച്ച ചങ്ങലേരി സ്വദേശിയുടെ സമ്പർക്ക പട്ടികയിൽ 112 പേർ ഉൾപ്പെട്ടതായി ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചിരുന്നു. പാലക്കാട് ജില്ലയിൽ 5 പേർ ഐസൊലേഷനിൽ ചികിത്സയിലാണ്. ജില്ലയിൽ മാസ്ക് നിർബന്ധമാക്കിയിട്ടുമുണ്ട്. ചങ്ങലേരി വാർഡടക്കം കുമരമ്പത്തൂർ പഞ്ചായത്തിലെ 7 വാർഡുകളും മണ്ണാർക്കാട് നഗരസഭയിലെ 4 വാർഡുകളുമാണ് കണ്ടെയ്ൻമെന്റ് സോണായി പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇതേ തുടർന്ന് മണ്ണാർക്കാട് നഗരസഭ അടിയന്തര കൗൺസിൽ യോഗം ഓൺലൈനായാണ് ചേർന്നത്. വാർഡുകളിൽ രോഗലക്ഷണമുള്ളവരുടെ സർവേ ആരോഗ്യവകുപ്പ് തുടരുന്നതായി പഞ്ചായത്ത് പ്രസിഡന്റ് രാജൻ ആമ്പാടത്ത് അറിയിച്ചു.
യുവതിയുടെ കയ്യിൽ നിന്നും സ്വർണം കൈക്കലാക്കി പണം തട്ടിയ കേസിൽ പ്രതിക്ക് 5 വർഷം തടവും 3 ലക്ഷം രൂപ പിഴയും ശിക്ഷ വിധിച്ചു. പൂക്കോട്ടുകാവ് കല്ലുവഴി വലക്കോട്ടിൽ ശരത്തിനെയാണ് ഒറ്റപ്പാലം അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി ശിക്ഷിച്ചത്. 2021 ഓഗസ്റ്റ് 26-നാണ് കേസിനാസ്പദമായ സംഭവം. ശരത്തിന്റെ സഹപാഠിയായിരുന്ന കടമ്പഴിപ്പുറം സ്വദേശിനി ആതിരയുടെ കയ്യിൽ നിന്നാണ് 6.5 പവൻ സ്വർണ്ണാഭരണങ്ങൾ ശരത്ത് വാങ്ങിയത്. മുമ്പും ആതിരയുടെ കയ്യിൽ നിന്ന് പണം ശരത്ത് മേടിച്ചിട്ടുണ്ട്. ആതിരയുടെ ഭർത്താവ് ഗൾഫിൽ നിന്ന് നാട്ടിലേക്ക് വരുന്നുണ്ടെന്നും പണം അടുത്തുതന്നെ വേണ്ടിവരുമെന്നും ശരത്തിനോട് ആതിര ആവശ്യപ്പെട്ടു. തൻ്റെ കയ്യിൽ പണമില്ലെന്നും നിന്റെ സ്വർണം തന്നാൽ ഞാൻ അത് പണയം വെച്ച് പണം കൊണ്ടുവരാമെന്ന് പറഞ്ഞ് സ്വർണ്ണാഭരണങ്ങൾ വാങ്ങി ഇയാൾ മുങ്ങുകയായിരുന്നു. പിന്നീട് സ്വർണ്ണാഭരണങ്ങളും പണവും തിരികെ കിട്ടാത്തതിൻ്റെ വിഷമത്തിൽ ആതിര ശരത്തിൻ്റെ പേരും മൊബൈൽ നമ്പറും അടക്കമുള്ള കുറിപ്പ് എഴുതിവെച്ച് ആത്മഹത്യ ചെയ്യുകയായിരുന്നു. എന്നാൽ ആത്മഹത്യാ കുറ്റം തെളിയിക്കാനായില്ല. വഞ്ചനാക്കുറ്റത്തിനാണ് ശിക്ഷിച്ചത്. 5 വർഷം തടവും 3 ലക്ഷം രൂപ പിഴയുമാണ് ഒറ്റപ്പാലം അഡീഷണൽ ജില്ലാ സെഷൻസ് ജഡ്ജി CG ഘോഷ ശിക്ഷയായി വിധിച്ചത്. പിഴത്തുക മാതാപിതാക്കൾക്ക് നൽകാൻ കോടതി വിധിച്ചു. 12 സാക്ഷികളെ വിസ്തരിച്ചു. പ്രതിയെ വിയ്യൂർ ജയിലിലേക്ക് കൊണ്ടുപോയി. പ്രോസിക്യൂഷനു വേണ്ടി അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് PM ജയ ഹാജരായി. മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് JB മേത്തർ നയിക്കുന്ന സാഹസ് കേരള യാത്രയ്ക്ക് പെരിന്തൽമണ്ണയിൽ വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരണം നൽകി. സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ കേരളത്തിൽ 86% വർദ്ധിച്ചെന്നും ലഹരി മയക്കുമരുന്ന് മാഫിയകളെ തടയാൻ സംസ്ഥാന സർക്കാരിന് സാധിക്കുന്നില്ലെന്നും ആലിപ്പറമ്പ് മണ്ഡലം സ്വീകരണ പരിപാടിയിൽ JB മേത്തർ MP പറഞ്ഞു. കോൺഗ്രസ് സംഘടനയ്ക്ക് കീഴിലുള്ള സംസ്ഥാനത്തെ എല്ലാ മണ്ഡലങ്ങളിലും മഹിളാ കോൺഗ്രസ് സാഹസ് യാത്ര പര്യടനം നടത്തുന്നുണ്ട്. സംസ്ഥാന പ്രസിഡന്റ് JB മേത്തർ MP നയിക്കുന്ന മഹിളാ സാഹസ് യാത്രയ്ക്ക് പെരിന്തൽമണ്ണയിലെ വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരണം നൽകി. ആലിപ്പറമ്പ് മണ്ഡലത്തിന്റെ സ്വീകരണ പരിപാടി പാറൽ സെന്ററിലാണ് നടന്നത്. നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്ക് പ്രകാരം കേരളത്തിൽ സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ 86% വർദ്ധിച്ചതെന്നും സംസ്ഥാനത്ത് സ്ത്രീ സൗഹൃദ സർക്കാർ ഉണ്ടാവണമെങ്കിൽ UDF അധികാരത്തിൽ വരണമെന്നും JB മേത്തർ MP പറഞ്ഞു. ഇന്ന് കേരളത്തിൽ 86% സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമങ്ങളും അക്രമങ്ങളും എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്ക് പ്രകാരമാണ് കേരളത്തിൽ 86% സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ. അപ്പോൾ DGP ഓഫീസിന്, തിരുവനന്തപുരത്തെ DGP ആണ് പോലീസിന്റെ ഏറ്റവും വലിയ മേധാവി. ആ DGP ഓഫീസിന്റെ മൂക്കിന് കീഴിൽ പോലും ഒരു സ്ത്രീക്ക് മോർണിംഗ് വാക്കിന് പോലും നടക്കാൻ കഴിയാത്ത സാഹചര്യം. വീടിനകത്തും പുറത്തും ട്രെയിനിലും റോഡിലും ഒക്കെ സ്ത്രീകൾ ആക്രമിക്കപ്പെടുന്ന സാഹചര്യം. അപ്പൊ സ്ത്രീ സൗഹൃദ സർക്കാർ വരണമെങ്കിൽ നമ്മുടെ UDFന്റെ സർക്കാർ, ഐക്യജനാധിപത്യ മുന്നണി അധികാരത്തിൽ വന്നാലാണ് ഈ പറഞ്ഞ സ്ത്രീകൾക്ക് സുരക്ഷിതത്വം ഉറപ്പാക്കാനുള്ള സാഹചര്യം ഉണ്ടാവുകയുള്ളൂ. സമൂഹത്തിനാകെ ഭീഷണിയായി മാറിയ ലഹരി മയക്കുമരുന്ന് മാഫിയകളെ നിയന്ത്രിക്കാൻ സംസ്ഥാന സർക്കാരിന് സാധിക്കുന്നില്ലെന്നും JB മേത്തർ ആരോപിച്ചു. ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഇന്ന് കേരളത്തിലെ മയക്കുമരുന്നിന്റെ കടന്നുകയറ്റമാണ്. എല്ലാ സ്ഥലങ്ങളിലും, സ്കൂളുകൾ, കോളേജുകൾ, പരിസരങ്ങൾ, ഗ്രാമങ്ങൾ, പട്ടണങ്ങൾ, എല്ലായിടത്തും മയക്കുമരുന്നിന്റെ അവൈലബിലിറ്റി എല്ലായിടത്തും അത് ലഭിക്കുന്നു. അതിൻ്റെ നെറ്റ്വർക്ക്, അതിൻ്റെ സോഴ്സ്, അതിൻ്റെ ഉറവിടം, അതിൻ്റെ ശൃംഖല, ഇതൊന്നും ഇല്ലാതാക്കാൻ, നശിപ്പിക്കാൻ, അവരെ മയക്കുമരുന്ന് മാഫിയയ്ക്ക് തടയിടാനൊന്നും ഈ ഗവൺമെന്റ് ഒന്നും ചെയ്യുന്നില്ല. അതിനെതിരെ കൂടിയാണ് നമ്മൾ വിരൽ ചൂണ്ടുന്നത്. മണ്ഡലം മഹിളാ കോൺഗ്രസ് പ്രസിഡന്റ് ശാരദ മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി ജയലക്ഷ്മി ദത്തൻ മുഖ്യപ്രഭാഷണം നടത്തി. വൈസ് പ്രസിഡന്റ് ലക്ഷ്മി, ജനറൽ സെക്രട്ടറി അനിത, സന്ധ്യാനാഥാപുരം, ആമിന മോൾ, ജില്ലാ പ്രസിഡന്റ് ഷെഹർബാൻ, സെക്രട്ടറി ലീല മോഹൻദാസ്, ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറിമാരായ CK ഹാരിസ്, ശശി മങ്കട, പെരിന്തൽമണ്ണ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് A ആനന്ദൻ, ബ്ലോക്ക് മഹിളാ കോൺഗ്രസ് പ്രസിഡന്റ് ഭാരതി ഓപ്പ, ശ്രീജ ടീച്ചർ, സഫൂറ മണലായ, PT ബഷീർ, അൻവർ CK, സ്വാഗത സംഘം കൺവീനർ TK സദക്ക തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ പരീക്ഷാ വിജയികളെ ചടങ്ങിൽ അനുമോദിച്ചു. ലഹരി മയക്കുമരുന്ന് വിപത്തിനെതിരെ സംസ്ഥാന പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ വനിതകൾ പ്രതിജ്ഞയെടുത്തു. സാമ്പത്തികപരമായും സാമൂഹ്യപരമായും സാംസ്കാരികപരമായും നശിപ്പിക്കുന്ന വ്യാപക വിപത്താണ് എന്ന സത്യം ഞാൻ മനസ്സിലാക്കുന്നു. ഞാൻ ഏതെങ്കിലും തരത്തിലുള്ള ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുകയോ അത് ഉപയോഗിക്കുവാൻ മറ്റുള്ളവരെ പ്രേരിപ്പിക്കുകയോ ചെയ്യുകയില്ലെന്നും ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളിൽ പങ്കാളിയായിക്കൊണ്ട് ഞാൻ എന്റേതായ കടമ നിർവഹിക്കും
നിർവഹിക്കുമെന്നും ലഹരി മുക്ത സമൂഹത്തിനായി പ്രയത്നിക്കുമെന്നും പ്രതിജ്ഞ ചെയ്യുന്നു. പ്രതിജ്ഞ പ്രതിജ്ഞ പ്രതിജ്ഞ. തൂതപ്പുഴയിലെ കുലുക്കല്ലൂർ മപ്പാട്ടുകര തടയണയിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായ വയോധികയുടെ മൃതദേഹം കണ്ടെത്തി. മാടാല ഫാത്തിമ എന്ന മാളുവാണ് മരിച്ചത്. 72 വയസ്സായിരുന്നു. ചൊവ്വാഴ്ച രാവിലെ നാട്യമംഗലം പണിക്കർക്കടവിൽ നിന്നാണ് മൃതദേഹം കിട്ടിയത്. ഞായറാഴ്ച പുലർച്ചെയാണ് ഫാത്തിമയെ വീട്ടിൽ നിന്നും കാണാതായത്. വീട്ടുകാർ പലയിടത്തും അന്വേഷിച്ചെങ്കിലും വിവരമൊന്നും ലഭിച്ചിരുന്നില്ല. ആഭരണങ്ങളെല്ലാം വീട്ടിൽ അഴിച്ചുവെച്ച നിലയിലായിരുന്നു. പിന്നീടാണ് പുഴക്കരയിൽ ചെരുപ്പും ടോർച്ചും കണ്ടെത്തിയതിനെ തുടർന്ന് പുഴയിൽ തിരച്ചിൽ ആരംഭിച്ചത്. ഫയർഫോഴ്സും സ്കൂബ സംഘവും നാട്ടുകാരും 2 ദിവസമായി പുഴയിൽ തിരച്ചിൽ നടത്തി വരികയായിരുന്നു. ചൊവ്വാഴ്ച രാവിലെ നാട്യമംഗലം പണിക്കർക്കടവിൽ മൃതദേഹം പൊങ്ങിയ നിലയിൽ കണ്ടെത്തുകയായിരുന്നു. മലപ്പുറത്തു നിന്നുള്ള ട്രോമാ കെയർ സംഘം മൃതദേഹം കരയ്ക്ക് കയറ്റി. പോസ്റ്റ്മോർട്ടത്തിനായി മൃതദേഹം പട്ടാമ്പി താലൂക്ക് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. ഷൊർണൂർ മണ്ഡലത്തിലെ ഭൂമിയില്ലാത്ത 140 പേർക്ക് കൂടി സ്വന്തം ഭൂമിയായി. ഇവർക്കുള്ള പട്ടയങ്ങൾ ചൊവ്വാഴ്ച വിതരണം ചെയ്തു. മന്ത്രി കെ രാജൻ ഓൺലൈനായി ഉദ്ഘാടനം നിർവഹിച്ചു. എല്ലാവർക്കും ഭൂമി, എല്ലാ ഭൂമിക്കും രേഖ, എല്ലാ സേവനങ്ങളും സ്മാർട്ട് എന്ന പ്രഖ്യാപിത ലക്ഷ്യം നടപ്പിലാക്കുന്നതിനായാണ് പട്ടയ മിഷന്റെ ഭാഗമായി ഷൊർണൂർ മണ്ഡലത്തിലെ സജ്ജമായ പട്ടയങ്ങൾ വിതരണം ചെയ്തത്. 140 പേർക്കാണ് ചൊവ്വാഴ്ച നടന്ന ചടങ്ങിൽ പട്ടയം കൈമാറിയത്. പരിപാടിയുടെ ഉദ്ഘാടനം മന്ത്രി കെ രാജൻ ഓൺലൈനായി നിർവഹിച്ചു. പി മമ്മിക്കുട്ടി MLA ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ഡെപ്യൂട്ടി കളക്ടർ സക്കീർ ഹുസൈൻ, ചെർപ്പശ്ശേരി നഗരസഭ വൈസ് ചെയർപേഴ്സൺ സി കമലം, കൗൺസിലർ സൗമ്യ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ അക്ബർ അലി, KKA അസീസ്, മുഹമ്മദ് അലി, ജയപ്രകാശ്, ടി സുനിൽ, മനോജ് പി, വിനോദ് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. ഒറ്റപ്പാലം മണ്ഡലതല പട്ടയ വിതരണം ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് ഹാളിൽ വെച്ച് നടന്നു. 343 പട്ടയങ്ങളാണ് മണ്ഡലത്തിൽ വിതരണം ചെയ്തത്. ഒരു പട്ടയമേള കൂടി കേരളത്തിലിപ്പോൾ സംഘടിപ്പിക്കുകയാണ്. യഥാർത്ഥത്തിൽ എല്ലാവർക്കും ഭൂമി, എല്ലാ ഭൂമിക്കും രേഖ, എല്ലാ സേവനങ്ങളും സ്മാർട്ട് എന്ന മുഖമുദ്രാവാക്യത്തോടെ റവന്യൂ വകുപ്പ് കേരളത്തിൽ നടത്തുന്ന പ്രവർത്തനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കേരളത്തിലെ ഭൂരഹിതരായ മുഴുവൻ മനുഷ്യരെയും ഭൂമിയുടെ ഉടമകളാക്കി മാറ്റുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള പ്രവർത്തനമാണ്. കേരളത്തിൽ കഴിഞ്ഞ 9 വർഷക്കാലത്തിനിടയിൽ 4,09,000-ഓളം പട്ടയങ്ങൾ വിതരണം ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് വളരെ പ്രത്യേകമായി കേരളം ആകെ ശ്രദ്ധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു. അതിൽ തന്നെ ഈ രണ്ടാം ഗവൺമെന്റിന്റെ 4 വർഷക്കാലം കൊണ്ട് 2,23,000-ലധികം പട്ടയങ്ങൾ വിതരണം ചെയ്യാനായി എന്നുള്ളതും കേരളത്തിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള റെക്കോർഡുകളിൽ ഒന്നാണ്. കേരളത്തിൽ ഭൂരഹിതരായിട്ടുള്ള മുഴുവൻ മനുഷ്യരെയും ഭൂമിയുടെ ഉടമകളാക്കി മാറ്റാൻ സമീപ ഭൂതകാലത്തൊന്നും കേരളം ദർശിച്ചിട്ടില്ലാത്ത ശ്രദ്ധേയമായൊരു പദ്ധതിക്കാണ് ഈ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് നേതൃത്വപരമായ പങ്കുവഹിച്ചു. കെ പ്രേംകുമാർ MLA ചടങ്ങിൽ അധ്യക്ഷനായി. 343 പട്ടയങ്ങളാണ് മണ്ഡലത്തിൽ വിതരണം ചെയ്തത്. ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുനിത ജോസഫ്, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി രാജിക, കടമ്പഴിപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ശാസ്തകുമാർ, എം സുകുമാരൻ, എം സൈദാലി, കെ ജയദേവൻ, സുരേഷ് തെങ്ങിൻതോട്ടം, സാദിഖ്, PV ബഷീർ, ടി സുനിൽ, റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ സംസാരിച്ചു. ഇടവേള. വാർത്തകൾ തുടരുന്നു. SDPI ഷൊർണൂർ മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഷൊർണൂർ PWD ഓഫീസിലേക്ക് മാർച്ച് നടത്തി. കുളപ്പുള്ളി ഷൊർണൂർ റോഡിന്റെ ശോചനീയാവസ്ഥയിൽ കരാർ കമ്പനിയുടെയും അധികാരികളുടെയും അനാസ്ഥയ്ക്കെതിരായാണ് മാർച്ച് സംഘടിപ്പിച്ചത്. ചൊവ്വാഴ്ച രാവിലെ കൂനമുക്കിൽ നിന്നും ആരംഭിച്ച മാർച്ച് ഷൊർണൂർ PWD ഓഫീസിന് മുന്നിൽ പോലീസ് തടഞ്ഞു. തുടർന്ന് നടന്ന പൊതുയോഗം SDPI പാലക്കാട് ജില്ലാ പ്രസിഡന്റ് ഷഹീർ ചാലിപ്പുറം ഉദ്ഘാടനം ചെയ്തു. ഇത്രയും ഭീകരമായിട്ടുള്ള ഒരു റോഡ് തകർച്ച ഈ പ്രദേശത്തുണ്ടായിട്ട് എന്തുകൊണ്ട് ശാശ്വതമായ ഒരു പരിഹാരം കാണാൻ ഈ പ്രദേശത്തിന്റെ MLA ആയ മമ്മിക്കുട്ടി ഉൾപ്പെടെയുള്ള ഈ നാട് ഭരിച്ചുകൊണ്ടിരിക്കുന്ന, മുനിസിപ്പാലിറ്റി ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന ഭരണകൂട സംവിധാനങ്ങൾക്ക്, സംസ്ഥാന ഗവൺമെന്റിന്, MLA ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾക്ക് എന്തുകൊണ്ട് സാധിക്കുന്നില്ല എന്നുള്ളതിൽ എന്താണ് നമ്മുടെ നാട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് കൃത്യമായി തിരിച്ചറിയാനുള്ള
ബുദ്ധിശക്തിയും വിവേചന ശക്തിയും ഈ നാട്ടിലെ ജനാധിപത്യ സമൂഹത്തിനുണ്ട് എന്നുള്ളത് നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കണമെന്നാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യക്ക് സൂചിപ്പിക്കാനുള്ളത്. ഇവിടെയുള്ള കരാറുകാരും അവരോട് ഓരം ചേർന്ന് നിൽക്കുന്ന രാഷ്ട്രീയ തമ്പുരാക്കന്മാരും അവർക്ക് അവരുടെ പോക്കറ്റ് വീർപ്പിക്കാൻ വേണ്ടി നാട്ടിലെ ജനങ്ങളുടെ സമ്പത്ത് കൊള്ളയടിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് കൃത്യമായ ഒരു യാഥാർത്ഥ്യം ഈ നാട്ടിലെ ജനാധിപത്യ സമൂഹം തിരിച്ചറിയുകയും ഇതിനെതിരെ ശക്തമായ ജനകീയ പ്രതിഷേധങ്ങൾ നമ്മുടെ നാടുകളിൽ ഉയർന്നു വരേണ്ടതുണ്ട്. മുനിസിപ്പൽ പ്രസിഡന്റ് ടി.എം. മുസ്തഫ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി മജീദ് ഷൊർണൂർ, മുനിസിപ്പൽ സെക്രട്ടറി ഷക്കീർ കല്ലിങ്ങൽ, മണ്ഡലം പ്രസിഡന്റ് മുസ്തഫ കുളപ്പള്ളി, മണ്ഡലം സെക്രട്ടറി സിദ്ദിഖ് ഷൊർണൂർ, മുനിസിപ്പൽ വൈസ് പ്രസിഡന്റ് താഹിർ കുളപ്പള്ളി എന്നിവർ സംസാരിച്ചു. ശക്തമായ കാറ്റിൽ വാഴകൃഷി നശിച്ചു. തിരുവിഴാംകുന്ന് കാപ്പപ്പറമ്പ് സ്വദേശി ചെട്ടിയംപറമ്പിൽ ഷറഫുദ്ദീന്റെ 50ഓളം കുലച്ച വാഴകളാണ് നിലം പൊത്തിയത്. ഓണവിപണി ലക്ഷ്യമിട്ടിറക്കിയതായിരുന്നു കൃഷി. ഓണത്തിന് വിളവെടുക്കാൻ പാകമാകുന്ന വാഴകളാണ് നിലം പതിച്ചത്. വെട്ടാറാവുമ്പോഴേക്കും 15 കിലോയിലധികം തൂക്കം ഓരോ കുലകൾക്കും കണക്കാക്കിയിരുന്നതായി കർഷകൻ ഷറഫുദ്ദീൻ പറഞ്ഞു. 700ഓളം വാഴകളാണ് വെച്ചത്. അതിൽ നിന്നായി കായ്ഫലം ലഭിച്ച വാഴകളായിരുന്നു നശിച്ചത്. കഴിഞ്ഞ വർഷവും സമാനമായുണ്ടായ കാറ്റിൽ ഇദ്ദേഹത്തിന്റെ കപ്പകൃഷിയും നശിച്ചിരുന്നു. ഇത്തവണയെങ്കിലും നഷ്ടപരിഹാരം ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഷറഫുദ്ദീൻ. ഇന്നലെ 4 മണിക്കുള്ള കാറ്റിനാണ് വാഴ പോയത്. ഇതിനു മുമ്പും പോയിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും അധികൃതരുടെ ഭാഗത്തുനിന്ന് നഷ്ടപരിഹാരത്തിനുള്ള ഇത് കിട്ടണം. കുലകൾക്ക് കറി വയ്ക്കാൻ പോലും മൂപ്പെത്താത്തതിനാൽ മറ്റ് കൃഷികൾക്ക് വളമാക്കാനേ ഇനി പറ്റൂ എന്ന് ഷറഫുദ്ദീൻ പറഞ്ഞു. ആരോഗ്യമന്ത്രി വീണ ജോർജ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് ലീഗ് അലനല്ലൂർ മേഖലാ കമ്മിറ്റി അലനല്ലൂരിൽ സമരാജ്ഞ സംഘടിപ്പിച്ചു. മുസ്ലിം ലീഗ് മണ്ണാർക്കാട് നിയോജക മണ്ഡലം പ്രസിഡന്റ് റഷീദ് ആലായൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. അട്ടപ്പാടിയിലെ ആദിവാസികളുടെ ചികിത്സയ്ക്കുള്ള കോട്ടത്തറയിലെ ആശുപത്രിയെ തഴഞ്ഞ് പെരിന്തൽമണ്ണ EMS ആശുപത്രിയിലേക്ക് തുക വെച്ചതിന്റെ ഉദ്ദേശം പൊതുജനാരോഗ്യ മേഖലയെ തകർക്കുക എന്നതാണെന്ന് റഷീദ് ആലായൻ പറഞ്ഞു. അട്ടപ്പാടിയിൽ ആദിവാസികളെ ചികിത്സിക്കാൻ ഗവൺമെന്റിന്റെ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയായ കോട്ടത്തറ ആശുപത്രി ആദിവാസികളുടെ മുറ്റത്തുള്ള ആദിവാസികളുടെ കോണറിൽ നിന്ന് നേരിട്ടെത്താൻ പറ്റുന്ന എളുപ്പമെത്താൻ പറ്റുന്ന ആശുപത്രി അവിടെ ഉണ്ടാകുമ്പോഴാണ് ആദിവാസികളുടെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ആദിവാസികൾക്ക് ചികിത്സ എന്ന് പറഞ്ഞുകൊണ്ട് EMS ആശുപത്രിക്ക് ഈ ഗവൺമെന്റ് ഫണ്ട് നൽകിയാൽ ഈ ഗവൺമെന്റ് പൊതുജനാരോഗ്യത്തെ തകർക്കുന്നതിന് മണ്ണാർക്കാട് നിന്ന് മറ്റെന്തെങ്കിലും ഉദാഹരണം പറയേണ്ടതുണ്ടോ? മേഖലാ പ്രസിഡന്റ് VT ഖാദർ അധ്യക്ഷനായി. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബഷീർ തെക്കൻ, മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് തച്ചമ്പറ്റ ഹംസ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ K ഹംസ, MK ബക്കർ, യൂത്ത് ലീഗ് മേഖലാ സെക്രട്ടറി റിൻഷാദ് മാളിക്കുന്ന്, മേഖലാ ജനറൽ സെക്രട്ടറി ബുഷേർ അരിയക്കുണ്ട്, T മുഷ്താഖ്, സത്താർ കമാലി, യൂസഫ് സോലയിൽ, C ജാഫർ, KK യൂസഫ് തുടങ്ങിയവർ പങ്കെടുത്തു. കേരള കർഷക സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ പെരിന്തൽമണ്ണ പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. സംസ്ഥാന കമ്മിറ്റി അംഗം C ദിവാകരൻ ഉദ്ഘാടനം ചെയ്തു. വളംക്ഷാമം അതിരൂക്ഷമായിട്ടും കേന്ദ്ര സർക്കാർ നടപടിയെടുക്കുന്നില്ലെന്ന് ആരോപിച്ചാണ് കർഷക സംഘം പെരിന്തൽമണ്ണ ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് മാർച്ച് സംഘടിപ്പിച്ചത്. ആവശ്യത്തിന് വളം ലഭിക്കാൻ രാസവള ഉൽപ്പാദനം വർദ്ധിപ്പിക്കുക, ഇറക്കുമതി വിഹിതം കുറയ്ക്കുക, വിലക്കയറ്റത്തിൽ നിന്നും കർഷകരെ രക്ഷിക്കുക തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ സമരക്കാർ ഉയർത്തി. കർഷക സംഘം സംസ്ഥാന കമ്മിറ്റി അംഗം C ദിവാകരൻ ധർണ ഉദ്ഘാടനം ചെയ്തു. ഏരിയ പ്രസിഡന്റ് P ഗോവിന്ദപ്രസാദ് അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് TK സുൽഫിക്കർ അലി, TK ജയൻ തുടങ്ങിയവർ സംസാരിച്ചു. കേരള കർഷക സംഘം ശ്രീകൃഷ്ണപുരം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കടമ്പഴിപ്പുറം പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. കർഷക സംഘം ഏരിയ പ്രസിഡന്റ് K ജയദേവൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യയിലെ കോർപ്പറേറ്റ് മുതലാളിമാർക്ക് വിടുപണി ചെയ്തുകൊണ്ട് ഇന്ത്യയിലെ കർഷകരെ ദുരിതങ്ങളുടെ കാണാക്കയങ്ങളിലേക്ക് തള്ളിവിടുന്ന സംഘടിപ്പിച്ച കടമ്പഴിപ്പുറം പോസ്റ്റ് ഓഫീസ് മാർച്ചാണ് പ്രിയമുള്ളവരെ. കേന്ദ്ര സർക്കാരിന്റെ കർഷകദ്രോഹ നയങ്ങൾ തിരുത്തുക, രാസവള വിലവർധന പിൻവലിക്കുക തുടങ്ങിയ വിഷയങ്ങളുന്നയിച്ച് നടത്തുന്ന പ്രക്ഷോഭത്തിന്റെ ഭാഗമായാണ് മാർച്ച് നടത്തിയത്. ജനവിരുദ്ധമായിട്ടുള്ളൊരു അവസ്ഥയ്ക്ക്, കർഷക വിരുദ്ധമായിട്ടുള്ളൊരു അവസ്ഥയ്ക്ക് കാരണം എന്നും സാധാരണ കർഷകർ മനസ്സിലാക്കില്ല. അത് മനസ്സിലാക്കാതെ തന്നെ മോദിയുടെ 2000 മോദിയുടെ 6000 എന്നൊക്കെ പറഞ്ഞിട്ട് ഈ സങ്കടം അനുഭവിക്കുന്ന ആളുകൾ തന്നെ കേന്ദ്ര സർക്കാരിന്റെ പ്രധാനമന്ത്രിയുടെ എല്ലാം പ്രചാരകരായി മാറുകയും ചെയ്യുന്നു.
എന്ന ഒരു അവസ്ഥ വളരെ ദൗർഭാഗ്യകരമാണ്. ആളുകൾ മനസ്സിലാക്കാത്തതുകൊണ്ടാണ്. അപ്പൊ അതിനെ സംബന്ധിച്ച് ചില കാര്യങ്ങളാണ് പറയുന്നത്. ഇപ്പോ പൊട്ടാഷിന് ഒരു ചാക്കിന് 1550 രൂപ ഉണ്ടായിരുന്നത് ഇപ്പൊ 1800 രൂപയായി. പി സുബ്രഹ്മണ്യൻ അധ്യക്ഷത വഹിച്ചു. കെ ശ്രീധരൻ, കെ രാമചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. തൊഴിലുറപ്പ് പദ്ധതി സോഷ്യൽ ഓഡിറ്റിംഗിന്റെ ഭാഗമായി ഓങ്ങല്ലൂരിൽ പബ്ലിക് ഹിയറിംഗും തൊഴിലാളി സംഗമവും നടത്തി. മുഹമ്മദ് മൂസിൻ MLA ഉദ്ഘാടനം ചെയ്തു. ഓങ്ങല്ലൂർ ബാങ്ക് ഹാളിലാണ് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ സോഷ്യൽ ഓഡിറ്റിംഗും പബ്ലിക് ഹിയറിംഗും നടത്തിയത്. തൊഴിലുറപ്പ് പദ്ധതിയുടെ എല്ലാ കാര്യങ്ങളും പൊതുജനങ്ങൾ അറിയുക, അഭിപ്രായം പറയുക, പദ്ധതി കൂടുതൽ കാര്യക്ഷമമായി നടപ്പാക്കുന്നതിനാവശ്യമായ നിർദ്ദേശങ്ങൾ രൂപപ്പെടുത്തുക എന്നിവയാണ് പബ്ലിക് ഹിയറിംഗിന്റെ ലക്ഷ്യം. ഇതോടൊപ്പം തൊഴിലാളി സംഗമവും നടന്നു. മുഹമ്മദ് മൂസിൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. തൊഴിലുറപ്പ് പദ്ധതി നിസ്സാരമായ ഒരു പദ്ധതിയല്ല, നിരവധി മനുഷ്യരുടെ ആശ്രയമാണ്. നമ്മുടെ രാജ്യത്ത് നമുക്കറിയാം, സാധാരണക്കാരായിട്ടുള്ള നിരവധി മനുഷ്യർ തൊഴിലുറപ്പ് തൊഴിലിനെ ആശ്രയിച്ചുകൊണ്ട് ജീവിക്കുന്ന എത്രയോ മനുഷ്യരുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മേഖല നിലനിൽക്കുകയും കാലത്തിനനുസരിച്ച് വലിയ മാറ്റത്തിലൂടെ കടന്നു പോവുകയും വേണമെന്ന് നാം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. സോഷ്യൽ ഓഡിറ്റിംഗും പബ്ലിക് ഹിയറിംഗും അടക്കമുള്ളത് ഇന്ത്യയിൽ ഏറ്റവും മികച്ച രീതിയിൽ നടക്കുന്ന സംസ്ഥാനങ്ങളിൽ ഒന്നാണ് കേരളം. അതോടൊപ്പം തന്നെ അഴിമതി രഹിതമായിക്കൊണ്ട് വളരെ കൃത്യമായി തൊഴിലുറപ്പ് മേഖലയുടെ പ്രവർത്തനങ്ങൾ നടക്കുന്ന, അത് ആസ്തി വർദ്ധിപ്പിക്കുന്നതിനും അതോടൊപ്പം കാർഷിക മേഖലയടക്കമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മേഖലകളിലൊക്കെ, ഗ്രാമീണ റോഡുകളടക്കമുള്ള മേഖലകളിലെല്ലാം, അതുപോലെ തന്നെ പ്രകൃതി വിഭവങ്ങളെ സംരക്ഷിക്കാനുള്ള മേഖലകളിലൊക്കെ തന്നെ വൈവിധ്യങ്ങളാകുന്ന പ്രവർത്തികളെ ഏറ്റെടുത്തുകൊണ്ട് മികച്ച രീതിയിൽ നടത്തുന്ന ഒരു സംസ്ഥാനം കൂടിയാണ് കേരളം. കെ പി സുപ്രഭ അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രതി ഗോപാലകൃഷ്ണൻ, വൈസ് പ്രസിഡന്റ് TP രജീഷ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങൾ, മെമ്പർമാർ, ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. കായകൽപ്പ് പുരസ്കാരം തുടർച്ചയായി 3ാമതും നേടിയ കൊപ്പം സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിലെ ജീവനക്കാരെ ബ്ലോക്ക് പഞ്ചായത്തിന്റെയും ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കമ്മിറ്റിയുടെയും ആഭിമുഖ്യത്തിൽ ആദരിച്ചു. ആശുപത്രി കോൺഫറൻസ് ഹാളിൽ നടന്ന അനുമോദന സദസ്സ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ മണികണ്ഠൻ ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യമേഖലയിലെ മികച്ച പ്രവർത്തനത്തിനാണ് ആരോഗ്യവകുപ്പിന്റെ കായകൽപ്പ് പുരസ്കാരം 3ാമതും കൊപ്പം സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തെ തേടിയെത്തിയത്. പുരസ്കാര നേട്ടത്തിന്റെ സന്തോഷം പങ്കുവച്ചാണ് ബ്ലോക്ക് പഞ്ചായത്തും ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കമ്മിറ്റിയും ജീവനക്കാരെ ആദരിച്ചത്. ബ്ലോക്ക് പ്രസിഡന്റ് ഗീതാ മണികണ്ഠൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. കിട്ടുന്ന പണികൾ 15 മെമ്പർമാരുണ്ട്. അവർക്കൊക്കെ റോഡും അതുപോലെ റോഡും ഒക്കെ വികസന പ്രവർത്തനങ്ങളുണ്ടാവും. എന്നിരുന്നാലും ഞങ്ങൾ ഏറ്റവും കൂടുതൽ മറ്റുള്ള പണികൾ വെച്ചപ്പോൾ വൈസ് പ്രസിഡന്റ് KA റഷീദ് അധ്യക്ഷത വഹിച്ചു. കൊപ്പം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് T ഉണ്ണികൃഷ്ണൻ, ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ A ഷാബിറ, ജില്ലാ പഞ്ചായത്ത് അംഗം കമ്മക്കുട്ടി എടത്തോൾ, കൊപ്പം ഗ്രാമപഞ്ചായത്ത് അംഗം AP രാമദാസ്, ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കമ്മിറ്റി അംഗങ്ങളായ T സോമൻ, CP മുസ്തഫ, TK ഷുക്കൂർ, ഡോക്ടർ MR ലീനകുമാരി, ഡോക്ടർ ആശ ജലാൽ, ഹനീഫ കൊപ്പം, KV ഷംസുദ്ദീൻ, K കരുണാകരൻ, P യൂസഫ് അലി, P സുന്ദരൻ, P ഹരിദാസൻ, നഴ്സിംഗ് ഓഫീസർ P അനിത, ഹെൽത്ത് സൂപ്പർവൈസർ K അബ്ദുൾ മജീദ് എന്നിവർ സംസാരിച്ചു. ജീവനക്കാർക്ക് സ്നേഹോപഹാരവും സമ്മാനിച്ചു. കുമരംപുത്തൂർ പഞ്ചായത്തിലെ ചങ്ങലേരി വെണ്ടാംകുറിശ്ശിയിലെ പാണ്ടംകുളം നവീകരിക്കുന്നു. NREGS-ൽ ഉൾപ്പെടുത്തി 54 ലക്ഷം രൂപ ചെലവിലാണ് കുളം നവീകരിക്കുന്നത്. വെണ്ടാംകുറിശ്ശിയിലെ പുരാതന കുളമാണിത്. 1 ഏക്കറോളം വിസ്തൃതിയുള്ള കുളം നാശത്തിന്റെ വക്കിലാണ്. ചെളി നിറഞ്ഞും കാടുമൂടിയും കുളം ഉപയോഗശൂന്യമായി. കാർഷിക വൃത്തിക്കും പ്രദേശത്തെ ശുദ്ധജലക്ഷാമത്തിനും കുളം ഉപയോഗിക്കാനാകും. പ്രദേശത്തുകാർക്ക് കുളിക്കാനും നീന്തൽ പഠിക്കാനും കഴിയുന്ന വിധത്തിൽ കുളം പുനരുദ്ധരിക്കാനാണ് പദ്ധതി. പാർശ്വഭിത്തിയില്ലാത്തതിനാൽ വശങ്ങളെല്ലാം ഇടിഞ്ഞു പൊളിഞ്ഞാണ് കിടക്കുന്നത്. പാർശ്വഭിത്തി കെട്ടി സംരക്ഷിക്കുന്നതിനോടൊപ്പം കുളത്തിനു ചുറ്റും നടപ്പാതയും ഒരുക്കുന്നതിനുള്ള എസ്റ്റിമേറ്റാണ് തയ്യാറാക്കിയിട്ടുള്ളത്. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മുസ്തഫ വറോടൻ മുൻകൈയെടുത്താണ് കുളം നവീകരണത്തിന് വഴിതെളിഞ്ഞതെന്ന് പഞ്ചായത്ത് അംഗം സിദ്ദിഖ് മല്ലിയിൽ പറഞ്ഞു. കുമരംപുത്തൂർ പഞ്ചായത്തിലെ ഏറ്റവും വലിയൊരു സ്വപ്നമായിരുന്നു ഒരു കാലങ്ങളായിട്ട് നശിച്ചു കിടക്കുന്ന ഒരു കുളമായി അത് നവീകരിക്കുക എന്നുള്ളത് ഒരു സ്വപ്നമായിരുന്നു. അതിൻ്റെ വർഷങ്ങളായി ഞങ്ങൾ മെമ്പർ സ്ഥാനം അവിടുന്ന് തുടങ്ങിയതാണ്. ഇതൊന്ന് നന്നാക്കണം, നാട്ടുകാർക്ക് നല്ല രീതിയിലൊരു കുളം എന്നുള്ള സ്വപ്നമായിരുന്നു. അതേമാതിരി കുമരംപുത്തൂർ പഞ്ചായത്തിലെ വിദ്യാർത്ഥികൾക്കും കുട്ടികൾക്കും എല്ലാവർക്കും ഒരു നീന്തൽക്കുളം അത്രയും നല്ലൊരു സൗകര്യമുള്ളൊരു ഭാഗമാണ്. 2 സൈഡ് റോഡ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല രീതിയിൽ
ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ മുസ്തഫ വറോടൻ ഞങ്ങളും പരിശ്രമം കാരണം ഒരു NRGSൻ്റെ തൊഴിലുറപ്പ് ഇതിൽ ഒരു 50 ലക്ഷത്തോളം ഇപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് ഗഡു ഫണ്ട് പാസ്സായിട്ടുണ്ട്. അതിൻ്റെ പണി തുടങ്ങുന്നതാണ്. ആധുനിക രീതിയിലാണ് ഇതിൻ്റെ നിർമ്മാണം പൂർത്തീകരിക്കുന്നത്. അതിന് നടപ്പാതയും എല്ലാവിധ സെറ്റപ്പോടു കൂടിയാണ് ഇത് തുടങ്ങുന്നത്. ഒരിടവേള കൂടി. വാർത്തകൾ തുടരുന്നു. മലപ്പുറം ജില്ലയിലെ ആദിവാസി യുവാക്കൾക്ക് സൗജന്യ ഡ്രൈവിംഗ് ലൈസൻസ് പദ്ധതിക്ക് തുടക്കമായി. മലപ്പുറം ജില്ലാ ഓഫീസ് മേധാവി R. വിശ്വനാഥ് ലൈസൻസ് പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. മലപ്പുറം ജില്ലയിലെ ആദിവാസി വിഭാഗത്തിൽപ്പെട്ട യുവതീ യുവാക്കൾക്ക് ഡ്രൈവിംഗ് ലൈസൻസുകൾ സൗജന്യമായി ലഭ്യമാക്കുന്ന പദ്ധതി ജില്ലാ പോലീസാണ് നടപ്പാക്കുന്നത്. പുതിയ തൊഴിലവസരങ്ങൾ നേടുന്നതിനും സാമൂഹികമായി മുന്നേറുന്നതിനും ആദിവാസി യുവാക്കൾക്ക് പദ്ധതി സഹായകമാകും. ലൈസൻസ് ലഭിച്ചവർക്ക് സ്വകാര്യ മേഖലയിലും പൊതുമേഖലയിലും തൊഴിൽ നേടാൻ കഴിയും. പദ്ധതിയുടെ ഭാഗമായി നിരവധി ആദിവാസി യുവാക്കൾക്ക് ഡ്രൈവിംഗ് പരിശീലനം നൽകിയിരുന്നു. വിജയകരമായി പരിശീലനം പൂർത്തിയാക്കിയവർക്കാണ് ലൈസൻസുകൾ വിതരണം ചെയ്തത്. ലൈസൻസ് വിതരണ ഉദ്ഘാടനം നിലമ്പൂരിൽ ജില്ലാ പോലീസ് മേധാവി R. വിശ്വനാഥൻ നിർവഹിച്ചു. ഇത്തരം പദ്ധതികൾ ആദിവാസി സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്കുള്ള പ്രവേശനത്തിന് വഴി തുറക്കുമെന്ന് SP R. വിശ്വനാഥ് പറഞ്ഞു. കാലങ്ങളായിട്ടുള്ള ആദിവാസി മേഖലയിലെ പിന്നാക്കാവസ്ഥയുടെ പരിണാമം എന്നുള്ളത് വേണമെങ്കിൽ പറയാം. ഈ കാലഘട്ടത്തിൽ എന്നെ അത്ഭുതപ്പെടുത്തിയത് ഇത്രയധികം ലൈസൻസുകളില്ലാത്ത യുവാക്കളുണ്ട് എന്നുള്ളത് സത്യത്തിൽ എന്നെ അത്ഭുതപ്പെടുത്തുകയാണ്. ഞാൻ ഇപ്പൊ വരുന്നതിന് മുമ്പ് ചോദിക്കാറുണ്ട്, ഇവർക്ക് ആർക്കും വാഹനം ഓടിക്കാൻ അറിയാത്തവരാണോ? അല്ല, വാഹനം ഓടിച്ചിരുന്നവരാണ്. പക്ഷെ പലപ്പോഴും പോലീസിന്റെ ചെക്കിങ്ങോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളുണ്ട്. അഥവാ വാഹനം ഓടിക്കുമ്പോൾ അപകടങ്ങൾ സ്വാഭാവികമായിട്ട് പ്രക്രിയയായിട്ട് നടക്കാം. അപ്പോഴാണെങ്കിൽ ഒരു ലൈസൻസ്ഡ് ഡ്രൈവർ അല്ലാത്തതുകൊണ്ട് പലപ്പോഴും അതിന്റെ ആനുകൂല്യങ്ങളാണെങ്കിലും അതുമായിട്ട് ബന്ധപ്പെട്ട മറ്റ് പല കാര്യങ്ങൾക്കും തടസ്സം നിൽക്കുന്നതാണ്. ഇതിനൊക്കെ അപ്പുറം ഒരു ലൈസൻസ് കരസ്ഥമാക്കുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഭാവിയിലേക്ക് ഉപജീവനത്തിനുള്ള അല്ലെങ്കിൽ ഒരു അധിക യോഗ്യത എന്നുള്ള തലത്തിൽ കൂടി അതിനെ കണക്കാക്കേണ്ടത്. ലഹരിക്കെതിരെ 10,000 പഞ്ച് ചെയ്ത് പെരിന്തൽമണ്ണ ഏലംകുളം VFC സ്പോർട്സ് അക്കാദമിയിലെ വിദ്യാർത്ഥികൾ. ഏലംകുളം മാട്ടായ ഗ്രൗണ്ടിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. എന്റെ ലഹരി ആയോധന കലകളോട് എന്ന പ്രോഗ്രാമിലാണ് ഏലംകുളം VFC സ്പോർട്സ് അക്കാദമിയിലെ വിദ്യാർത്ഥികൾ ലഹരിക്കെതിരെ 10,000 പഞ്ച് ചെയ്തത്. ഷിട്ടോറിയോ കരാട്ടെ ഇന്ത്യൻ ചീഫ് ഷിഹാൻ, ഡോക്ടർ ആദിത്യൻ അനിൽ, റഫറി ചീഫ് ജിഷ്ണു രാജീവ് എന്നിവരുടെ നേതൃത്വത്തിൽ ഏലംകുളം മാട്ടായ ഗ്രൗണ്ടിലാണ് പഞ്ചിങ് ലഹരി വിരുദ്ധ പരിപാടി നടന്നത്. 2.5 മിനിറ്റ് സമയം കൊണ്ട് 12,240 പഞ്ചുകൾ ചെയ്തു. ഏലംകുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുധീർ ബാബു പരിപാടി ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് അനിത പള്ളത്ത് അധ്യക്ഷത വഹിച്ചു. VFC അക്കാദമി ചീഫ് കോച്ച് സുബ്രഹ്മണ്യൻ, പ്രസിഡന്റ് സുജിത് ധർമ്മജൻ എന്നിവർ സംസാരിച്ചു. വിദ്യാർത്ഥികൾ ലഹരി വിരുദ്ധ പ്രതിജ്ഞയെടുത്തു. വിവിധ ചാമ്പ്യൻഷിപ്പുകളിലെ വിജയികൾക്ക് സ്വീകരണവും നൽകി. കരാട്ടെ പ്രദർശനവും ഗ്രേഡിംഗ് ടെസ്റ്റും നടന്നു. ഷോർട്ട് ന്യൂസ്. ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രം സ്നേഹസ്പർശം പാലിയേറ്റീവ് യൂണിറ്റിന്റെയും ജില്ലാ നേത്രരോഗ വിഭാഗം മൊബൈൽ യൂണിറ്റിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ മിഴി 2025 എന്ന പേരിൽ നേത്രരോഗ നിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് C. രാജിക ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് M. സുകുമാരൻ അധ്യക്ഷത വഹിച്ചു. മെഡിക്കൽ ഓഫീസർ ഡോക്ടർ യഹിയ ബാബു, ജില്ലാ നേത്രരോഗ വിഭാഗം മേധാവി ഡോക്ടർ രോഹൻ, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ K. സുമതി, ക്യാമ്പ് കോർഡിനേറ്റർ സുനിത, ഹെൽത്ത് ഇൻസ്പെക്ടർ M. രജനി, മെമ്പർമാരായ C. ഹരിദാസൻ, രാജശ്രീ, ഉഷാകുമാരി എന്നിവർ പങ്കെടുത്തു. കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ഹെൽത്ത് ടീം ജീവിതശൈലി രോഗനിർണയം നടത്തി. ഡോക്ടർ അനീഷ്, ജില്ലാ നയനപഥം യൂണിറ്റ് അംഗങ്ങൾ, ഒപ്റ്റോമെട്രിസ്റ്റുകൾ എന്നിവർ സംഘാടനമൊരുക്കി. 161 പേർ ക്യാമ്പിൽ പങ്കെടുത്തു. കുലുക്കല്ലൂർ പഞ്ചായത്തിലെ 13-ാം വാർഡിൽ ഉൾപ്പെട്ട മുണ്ടാംപറമ്പ് മില്ലുംപടി റോഡിന്റെ ശോചനീയാവസ്ഥയിൽ പ്രതിഷേധവുമായി മുസ്ലിം യൂത്ത് ലീഗ്. മഴ പെയ്തതോടെ പൂർണ്ണമായും തകർന്ന റോഡ് നവീകരിക്കാൻ അധികൃതർ തയ്യാറാവണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം. വിഷയത്തിൽ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ശക്തമായ സമരവുമായി രംഗത്തിറങ്ങുമെന്നും യൂത്ത് ലീഗ് പ്രവർത്തകർ പറഞ്ഞു. 3-ാം വാർഡിലെ മെമ്പറാണ് ഞാൻ. നമുക്ക്
പ്രാവശ്യം എൻ്റെ വാർഡിന് അനുവദിച്ച് കിട്ടിയ 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ട് കിട്ടിയ ഫണ്ട് ഉപയോഗിച്ചിട്ടാണ് വണ്ടന്തറ മില്ലുപടി റോഡ്, അതായത് പള്ളിയുടെ ബാക്കിൽ കൂടി പോണ റോഡ്, വണ്ടന്തറയ്ക്ക് ചാടുന്ന റോഡ് പ്രാവശ്യം ഞാൻ ഫണ്ട് വെച്ചിട്ടുണ്ട്. അതുപോലെ അത് ബ്ലോക്കിൻ്റെ ഫണ്ടും കൂടി വെച്ചിട്ട് സംയുക്തമായിട്ട് ഫണ്ട് വെച്ചിട്ടുണ്ട്. അത് ഒരുപാട് മാസങ്ങളോളായി അത് ടെൻഡർ കഴിഞ്ഞിട്ട് എഗ്രിമെൻ്റ് വെച്ചിട്ട് ഇതുവരെ വർക്ക് നടത്തിയിട്ടില്ല. ഒരുപാട് കാരണങ്ങൾ പറഞ്ഞിട്ട് അതിങ്ങനെ നീണ്ടു പോവുകയാണ്. ഇപ്പോൾ ആളുകൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടാണ്. വഴി യാത്രക്കാർക്ക്, വണ്ടി യാത്രക്കാർക്ക്, സ്കൂൾ കുട്ടികൾക്ക്, മദ്രസയ്ക്ക് പോണ കുട്ടികൾക്ക് എല്ലാം. ഞങ്ങൾക്ക് പാർട്ടി എന്ന് പറയുന്ന സംഘടനയിൽ നിന്ന് പറയാനുള്ളത് ഈ റോഡിന്റെ ശോചനീയാവസ്ഥ ബന്ധപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ്, അതുപോലെ തന്നെ ഭരണസമിതി മെമ്പർ, അതുപോലെ തന്നെ AE, ഇത് ഏറ്റെടുത്ത കരാറുകാർ, ഇവരുടെ ഉത്തരവാദിത്തത്തിൽ എത്രയും പെട്ടെന്ന് ഈ റോഡ് ഫണ്ട് വെച്ച് നല്ല രീതിയിൽ ജനങ്ങൾക്ക് ഉപകാരപ്രദമാവുന്ന രീതിയിൽ എത്രയും പെട്ടെന്ന് വർക്ക് പൂർത്തീകരിക്കണം. നമുക്ക് ഇതിൽ രാഷ്ട്രീയമില്ല. നമ്മൾ ഈ നാടിന്റെ വികസനത്തിനൊപ്പം, ഈ നാടിന്റെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകളുടെ ഒപ്പം എന്നും നിലനിൽക്കുന്ന ഒരു പാർട്ടിയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. KSSPU ചെർപ്പളശ്ശേരി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ചെർപ്പളശ്ശേരി ടൗണിൽ ലഹരി വിരുദ്ധ പ്രചാരണം നടത്തി. പ്ലക്കാർഡേന്തിയ പ്രവർത്തകർ ജാഗ്രതാ നോട്ടീസുകൾ വിതരണം ചെയ്തു. യൂണിറ്റ് സെക്രട്ടറി K. സോമസുന്ദരൻ, പ്രസിഡന്റ് TP ഹരിദാസൻ, ട്രഷറർ P. പ്രേമകുമാരി എന്നിവർ നേതൃത്വം നൽകി. പ്രധാന വാർത്തകൾ വീണ്ടും. CPM-ലെ വിഭാഗീയത, മണ്ണാർക്കാട് പോരുമുറുകുന്നു. നേതൃത്വത്തിന്റെ ഇടപെടലിന് പിന്നാലെ പരസ്യ പ്രതികരണങ്ങൾക്ക് വിലക്ക്. CPM പ്രകടനത്തിൽ കൊലവിളി മുദ്രാവാക്യം നടത്തിയതിനെതിരെ പരാതി. നിപ്പ, മണ്ണാർക്കാട് നഗരസഭാ പരിധിയിലെ വാർഡുകളിലും കർശന നിയന്ത്രണം. കണ്ടെയ്ൻമെന്റ് സോണിലെ പ്രവേശനത്തെ ചൊല്ലി കോടതിപ്പടിയിൽ തർക്കം. യാത്രാനുമതി അത്യാവശ്യക്കാർക്ക് മാത്രം. കേരളത്തിൽ സ്ത്രീകൾക്കു നേരെയുള്ള അതിക്രമങ്ങൾ വർദ്ധിക്കുകയാണെന്ന് മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് JB മേത്തർ MP. ലഹരി മയക്കുമരുന്ന് മാഫിയകളെ നിയന്ത്രിക്കാൻ സംസ്ഥാന സർക്കാരിന് സാധിക്കുന്നില്ലെന്നും JB മേത്തർ. യുവതിയുടെ കയ്യിൽ നിന്നും സ്വർണം കൈക്കലാക്കി പണം തട്ടിയ കേസിൽ പ്രതിക്ക് 5 വർഷം തടവും 3 ലക്ഷം രൂപ പിഴയും ശിക്ഷ. കല്ലുവഴി സ്വദേശി ശരത്തിനാണ് ഒറ്റപ്പാലം അഡീഷണൽ ജില്ലാ സെഷൻ കോടതി ശിക്ഷ വിധിച്ചത്. പട്ടയ മിഷന്റെ ഭാഗമായി ഭൂമിയില്ലാത്ത കൂടുതൽ കുടുംബങ്ങൾക്ക് പട്ടയങ്ങൾ വിതരണം ചെയ്ത് സർക്കാർ. ഷൊർണൂർ മണ്ഡലത്തിൽ 140 പേർക്കും ഒറ്റപ്പാലം മണ്ഡലത്തിൽ 340 പേർക്കും പട്ടയങ്ങൾ വിതരണം ചെയ്തു.